പിന്നെ സാധാരണഗതിയിൽ എക്സിക്യൂട്ടീവും സർക്കാരും തമ്മിലുള്ള പോര് സാധാരണ കാഴ്ചയാണ്. എൻ പ്രശാന്തിൻ്റെ കാര്യത്തിലൊക്കെ നമ്മളത് കണ്ടതാണ്. പക്ഷേ ഇവിടെ ഒരു പൊളിറ്റിക്കൽ അപ്പോയിൻ്റ് ആയിട്ടുള്ള കെ രാഗേഷിനെ പുകഴ്ത്തിയാണ് ദിവ്യ എസ് അയ്യർ ഒരു പോസ്റ്റ് ഇട്ടത്. ഇപ്പോൾ പാർട്ടി ചുമതലയും കൂടെ കെ രാഗേഷിന് വന്നിരിക്കുന്നു. എങ്ങനെ കാണുന്നു ഇതിനെ? ഇതിലിപ്പോൾ പ്രിയൻ പറഞ്ഞതുപോലെ ഇത്തരത്തിൽ ഉദ്യോഗസ്ഥർ രാഷ്ട്രീയ നേതാക്കളെ പുകഴ്ത്തുന്നതിൽ പല മാനങ്ങളും ജനങ്ങൾ കാണുന്നുണ്ട്. ഇതിപ്പോൾ ദിവ്യ എസ് അയ്യറെ സംബന്ധിച്ചിടത്തോളം ദിവ്യ എസ് അയ്യർ ശബരിനാഥൻ്റെ ഭാര്യയാണ്. അതുകൊണ്ടാണ് ഇത് ഇത്രയധികം വിവാദമായത്. അല്ലാതൊരു ഒരു ഉദ്യോഗസ്ഥയായിരുന്നുവെങ്കിൽ ഒരു പക്ഷേ ഇത്രയധികം വിവാദം ഉണ്ടാവില്ല, അതാരും അറിയാതെ പോവുകയായിരുന്നു. അതിപ്പോൾ ശബരിനാഥും ഈ കാര്യത്തിലൊക്കെ പ്രതികരിച്ചിട്ടുണ്ട്, അതിലേക്ക് വരാം. അപ്പോൾ എപ്പോഴും ഈ ദിവ്യ എസ് അയ്യറെ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. ദിവ്യ എസ് അയ്യർ പല കാര്യങ്ങളിലും അവരുടെ നിലപാടുകൾ ഒക്കെ കൃത്യമായി അവർ എടുക്കാറുണ്ട്. പലരെ അഭിനന്ദിക്കുക, ഓരോ സമയത്തും നമ്മൾ ഓരോ ദുരന്തമുഖത്തും ഒക്കെ നമ്മൾ ദിവ്യ എസ് അയ്യറെ കണ്ടിട്ടുണ്ട്. ഏതായാലും ഇത് ഒരു നല്ല വാക്കുകൾ കെ രാഗേഷിനെ പറയുന്നു, പക്ഷേ പറയുന്ന ആൾ ദിവ്യ എസ് അയ്യറാണ്. ഇത്തരത്തിൽ പ്രിയൻ പറഞ്ഞതുപോലെ ഒരു ജില്ലാ സെക്രട്ടറി ആകുന്ന ഒരാളെ ഇത്രയധികം പുകഴ്ത്തേണ്ടത് ആവശ്യമില്ല എന്നാണ് പൊതുവെ ഒരു പൊതുജനവും കരുതുന്നത്. ഇപ്പോൾ കെ രാഗേഷ് പറഞ്ഞ നല്ല വാക്കുകൾ പറഞ്ഞതിന് ദിവ്യയെ അധിക്ഷേപിക്കുന്നുവെന്നാണ് കെ രാഗേഷിനെ കുറിച്ച് പറഞ്ഞു. വിവാദം അനാവശ്യമാണെന്ന് ഒരു IAS ഉദ്യോഗസ്ഥ തൻ്റെ പ്രവർത്തനത്തെ പറ്റി നല്ല വാക്കുകൾ പറഞ്ഞ് ഇത്രയധികം പ്രകോപിപ്പിച്ചത് വല്ലാത്ത അത്ഭുതമായി തോന്നുന്നു എന്നാണ് കെ രാഗേഷ് പറഞ്ഞത്. അതായത് തങ്ങളുടെ രാഷ്ട്രീയ നേതൃത്വത്തിലെ ചിലർ സങ്കുചിതരായി പോകുന്നു, നല്ല വാക്കുകൾ പറഞ്ഞതിന് അധിക്ഷേപത്തിന് ഇരയാക്കുന്നു. അങ്ങേറ്റം ദൗർഭാഗ്യകരമാണിത്. പക്ഷേ ഇപ്പോൾ ഈ കെ രാഗേഷ് ഇത് പറയുമ്പോൾ തിരിച്ചാണിത് സംഭവിച്ചതെങ്കിൽ, ഇപ്പോൾ കോൺഗ്രസ് ഭരിക്കുന്ന കേരളത്തിൽ കോൺഗ്രസ് ഭരിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ ഇത്തരത്തിൽ ഒരു കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയ നേതാവിൻ്റെ ഭാര്യ ഇത്തരത്തിൽ കളക്ടറാവുകയും ഒരു കോൺഗ്രസ് നേതാവിനെ ഇത്തരത്തിൽ അഭിനന്ദിക്കുകയും ചെയ്താൽ ഇതിൻ്റെ മാനം മാറും. നടപടി ഉറപ്പാണ്, പാർട്ടി നടപടി വരെ ഉറപ്പായി മാറും. അപ്പോൾ അത് കോൺഗ്രസ്സിന് അങ്ങനെയുള്ള കാര്യങ്ങളിൽ കുറേയധികം മറ്റൊരു വിമർശനവും കൂടെ വരും. പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവിൻ്റെ കാൽക്കീഴിലേക്ക് എക്സിക്യൂട്ടീവ് പോയി എന്നുള്ള ഒരു വിമർശനവും കൂടെ വരും. അതൊരു വലിയ സർക്കാരിനെ തിരിച്ചടിയാവും, സർക്കാർ പരാജയമാണെന്ന് കൂടെ പറഞ്ഞാളി. കാരണം മറ്റൊരു പാർട്ടിയിൽപ്പെട്ട, അതായത് സ്വന്തം ഭർത്താവിൻ്റെ എതിർ പാർട്ടിയിൽ നിൽക്കുന്ന ആളിനെ കുറിച്ചാണ് ഇത്തരത്തിൽ, പ്രത്യേകിച്ച് അദ്ദേഹം ഒരു മുൻ MLA കൂടിയാണ്, ഇപ്പോൾ ചുമതലകൾ വഹിക്കുന്നുണ്ട്. സ്വാഭാവികമായും അതിൽ വലിയ മാനങ്ങൾ തിരിച്ചു വന്നേനായിരുന്നു. ഏതായാലും പ്രാകൃതമായ മനസ്സിൻ്റെ ഉടമകളാണ് ഇത് നടത്തുന്നതെന്നൊക്കെയാണ് കെ രാഗേഷ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ ഈ പറഞ്ഞതുപോലെ ശബരിനാഥനും പറഞ്ഞിട്ടുണ്ട്. ശബരിനാഥൻ അവധാനതയോടെ നോക്കി കാണേണ്ടതായിരുന്നു. ഇത്തരം വാക്കുകൾ പ്രയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കണമെന്ന രീതിയിൽ പാർട്ടിക്കും ക്ഷീണം വരാതെ എന്നാൽ ഭാര്യയ്ക്കും അധികം വിഷമം ഉണ്ടാക്കാത്ത വിധത്തിലാണ് ശബരിനാഥൻ പറഞ്ഞത്. ഏതായാലും ഈ വ്യത്യസ്ത രാഷ്ട്രീയ അഭിപ്രായമുള്ളവരോട് വിദ്വേഷം പുലർത്തുകയാണല്ലോ പൊതുവെ എല്ലാവരും ചെയ്യുന്നത്. രാഷ്ട്രീയ എതിരാളികളോട് മുൻ തലമുറക്കാർ പരസ്പര ബഹുമാനം പുലർത്തിയിരുന്നു. ഇപ്പോൾ നടക്കുന്ന അങ്ങേയറ്റം പ്രതിഷേധാർഹമായിട്ടുള്ള കാര്യങ്ങളാണ്. ഇപ്പോൾ കരുണാകരനും കരുണാകരനും തമ്മിൽ ശക്തമായ രാഷ്ട്രീയ വ്യത്യാസം നിലനിൽക്കുമ്പോൾ തന്നെ അവരുടെ സൗഹൃദമൊക്കെ നമ്മൾ വാർത്തകളിലൊക്കെ കണ്ടിട്ടുണ്ടാണ്. ഏതായാലും ഈ കെ രാഗേഷിനെ CPM കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് നിയമിച്ചതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ ദിവ്യ എസ് അയ്യർ ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് പങ്കുവച്ചത്. ഇതുമായി ബന്ധപ്പെട്ട വിവാദം ശക്തമാകുമ്പോഴാണ് ഈ കെ രാഗേഷ് പോലും ഈ രീതിയിലൊരു അഭിപ്രായ പ്രകടനവുമായി മുന്നോട്ട് വന്നത്. അതേസമയം മുരളീധരനും ഒക്കെ ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരണങ്ങൾ നടത്തിയിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഇത്തരത്തിൽ കോൺഗ്രസ് നേതാക്കളൊക്കെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ദിവ്യയ്ക്കെതിരെ പ്രതികരണം വന്നിട്ടുണ്ട്. അതിൽ ശബരിനാഥൻ പറഞ്ഞാണ് പ്രധാനം. അതായത് മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി കെ രാഗേഷിനെ പുകഴ്ത്തിയുള്ള ദിവ്യ എസ് അയ്യർ ഇൻസ്റ്റാഗ്രാം പോസ്റ്റിൽ വിശദീകരിച്ചത് ഇങ്ങനെയാണ്. അതായത് സൈബർ ആക്രമണം നടക്കുകയാണ്, ദിവ്യയുടെ അഭിപ്രായം വ്യക്തിപരമെന്ന് അദ്ദേഹം പറഞ്ഞു, എന്നാൽ കുറച്ചുകൂടി അവധാനത വേണമായിരുന്നു എന്നും അദ്ദേഹം പറഞ്ഞു. സർക്കാരിന് വേണ്ടി രാപ്പകൽ അധ്വാനിക്കുന്ന വ്യക്തിയാണ് ദിവ്യ. രാഷ്ട്രീയ നിയമനം ലഭിച്ച വ്യക്തിയെ ദിവ്യ അഭിനയിച്ചത് സതുദ്ദേശപരമെങ്കിലും വീഴ്ചയുണ്ട്. മുഖ്യമന്ത്രിക്കും സർക്കാർ പദ്ധതികൾക്കും ഒപ്പം നിൽക്കണം എന്നുള്ളത് ഉദ്യോഗസ്ഥ ധർമ്മമാണ്. അതിൻ്റെ ഭാഗമായി പോസിറ്റീവ് വാക്കുകൾ പറയുന്നതിൽ തെറ്റില്ല. സർക്കാരിൻ്റെ നയങ്ങളെ അഭിനന്ദിക്കാം, പക്ഷേ രാഷ്ട്രീയ നിയമനം ലഭിച്ച വ്യക്തിയെ അഭിനന്ദിച്ചത് അതുപോലെ അല്ല എന്നാണ് ശബരിനാഥൻ പറയുന്നത്. അതിനാൽ തന്നെ ദിവ്യ നടത്തിയ പ്രതികരണം പെട്ടെന്ന് സർക്കാർ തലത്തിൽ നിന്ന് രാഷ്ട്രീയ തലത്തിലേക്ക് മാറി. അതുകൊണ്ടാണ് ഈ വിവാദം പൊട്ടിവീണതെന്നാണ് ശബരിനാഥൻ പറഞ്ഞത്. എൻ്റെ അഭിപ്രായത്തിൽ സർക്കാർ ഉദ്യോഗസ്ഥർക്ക്, വിശിഷ്യ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥർക്ക് ധാരാളം നിയമപരമായ സംരക്ഷണങ്ങളുണ്ട്. അതിനോടൊപ്പം ചില ചട്ടക്കൂടുകളുമുണ്ട്. ഈ ചട്ടക്കൂടുകൾ നിർമ്മിച്ചിരിക്കുന്നത് എക്സിക്യൂട്ടീവിൻ്റെ സുഗമമായ പ്രവർത്തനത്തിനാണ്. ഈ വിഷയത്തെ കുറച്ചുകൂടി അവധാനതയോടുകൂടി, അതാണ് പ്രിയൻ ആദ്യം സൂചിപ്പിച്ചത്, കുറെ കൂടി അവധാനതയോടുകൂടി കാണണമായിരുന്നു. സമൂഹത്തിൽ നിറഞ്ഞു നിൽക്കുന്നവരാകുമ്പോൾ ജനങ്ങൾ നമ്മളെ സൂക്ഷ്മമായി വീക്ഷിക്കും. പ്രത്യേകിച്ച് ഇവർ വിവാഹം കഴിഞ്ഞ കാലം മുതൽ തന്നെ എല്ലാവരുടെയും ശ്രദ്ധയാണ്. അവർക്ക് ഈ സമൂഹ മാധ്യമങ്ങളിലൊക്കെ ഇവർക്ക് കിട്ടുന്ന പ്രചാരമൊക്കെ വളരെ വലുതാണ്.
ഇവർ ഓരോ പരിപാടിക്ക് പങ്കെടുക്കുമ്പോഴും അത് സമൂഹ മാധ്യമങ്ങളിലൊക്കെ റീൽസായും ഒക്കെ വരാറുണ്ട്. രണ്ടുപേരുടെ ബൈറ്റിന് തുല്യ പ്രാധാന്യം. അതെ അതെ, തുല്യ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ പോസ്റ്റ് മറ്റൊരു ഉദ്യോഗസ്ഥയായിരുന്നെങ്കിൽ ഒരു പക്ഷേ ആരും മൈൻഡ് ചെയ്യില്ലായിരുന്നു. ഈ വിഷയം മാത്രമല്ല, നാളെ എന്നെക്കുറിച്ച് ഏതെങ്കിലും ഉദ്യോഗസ്ഥൻ രാഷ്ട്രീയമായി വിമർശിച്ചതുകൊണ്ടോ പുകഴ്ത്തി എഴുതിയത് കൊണ്ടോ ശരിയല്ലെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം എന്നാണ് ശബരിനാഥൻ പറയുന്നത്. ശബരിനാഥന് കൃത്യമായ ഒരു ആസൂത്രണത്തോടു കൂടി തന്നെ പറഞ്ഞതാണ്. ധാരണയോടുകൂടി. അതെ അതെ, ഭാര്യയും വെറുപ്പിക്കാൻ പാടില്ല, ഒപ്പം പാർട്ടി അതായത് യൂത്ത് കോൺഗ്രസ് അടക്കം, അതെ അതെ, യൂത്ത് കോൺഗ്രസ് അടക്കം വലിയ വിമർശനങ്ങൾ ഈ വിഷയത്തിൽ വന്നിരുന്നു. അതുകൊണ്ടാണ് ഇത്തരത്തിൽ ഈ ശബരിനാഥൻ ഇത്തരത്തിലൊരു അഭിപ്രായം പറയേണ്ടി വന്നത്. കാരണം ഇതിനകത്ത് എനിക്കൊരു കാര്യം തോന്നുന്നത്, കെ രാഗേഷ് എന്ന് പറയുന്നത് കണ്ണൂരിൽ കോൺഗ്രസിന്റെ ഏറ്റവും വലിയ ശത്രുവാണ്. അതെ 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 അതെ, അതായത് രാഷ്ട്രീയ പഥവുമായിട്ട് കൊലപാതക കേസുകളുമായിട്ട് വരെ ബന്ധമുള്ള, എന്നാൽ വഴി ജില്ലാ സെക്രട്ടറി കൂടി ആകുമ്പോഴത്തേക്കും കണ്ണൂരിലെ കോൺഗ്രസുമായിട്ട് നിരന്തരം ഏറ്റുമുട്ടാൻ പോകുന്ന ആളാണ്. അപ്പോൾ അതിന്റെ രാഷ്ട്രീയ മാനം കുറച്ചുകൂടെ വലുതാണ്. തീർച്ചയായിട്ടും. അതാണ്, അതുകൊണ്ടാണ് ഈ കോൺഗ്രസ് ഇത്രയധികം ഇതിന് ഈ വിമർശനവുമായി രംഗത്ത് വന്നതുപോലും അതുകൊണ്ടാണ്. അതുപോലെ തന്നെ ഇതിൽ മറ്റൊന്ന്, ഈ ദിവ്യാസയർ ഇതിനെക്കുറിച്ച് പറഞ്ഞത്, എതിർദിശയിൽ സഞ്ചരിക്കുന്ന കാര്യങ്ങളും എനിക്കും ശബരിക്കും ഇടയിലുണ്ട്, ബോധപൂർവം വൈറലാകുന്നതല്ല. അതായത് ഇപ്പോൾ ഇവർ രണ്ട് വ്യക്തികളാണ്, വിവാഹിതരായി. ഇപ്പം ആരാണെങ്കിലും ഇത്തരത്തിൽ പല കൾച്ചറിന്റെ ഭാഗമായി വരുന്നതാണ്, പല സംസ്കാരത്തിൽ നിന്ന് വന്ന് ഒന്നിച്ചു ചേർന്നാണല്ലോ വിവാഹം എന്നൊരു സങ്കല്പം. വിഴിഞ്ഞം ഉദ്ഘാടന വേദിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെ പ്രശംസിക്കുകയും ഒപ്പം മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ പറ്റി ഒന്നും പറയാതിരുന്നതിനെക്കുറിച്ചുമൊക്കെ ദിവ്യാസയർ ആ കാലഘട്ടത്തിൽ വിവാദമായിരുന്നു. അപ്പം വിവാദങ്ങളിലും വ്യക്തിജീവിതത്തിലും ശബരിനാഥ് എന്ന പങ്കാളിയുടെ ഈ സമീപനം പലപ്പോഴും നമ്മളിലേക്ക് ആകർഷിച്ചിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ അന്ന് പോലും ഈ മുഖ്യമന്ത്രി പിണറായി വിജയനെ പ്രശംസിക്കുമ്പോഴും ഉമ്മൻചാണ്ടി അന്ന് പ്രശംസിക്കാത്ത സാഹചര്യം, അതന്ന് വലിയ വിവാദമായിരുന്നു. അതായത് പലപ്പോഴും അന്ന് ചോദിച്ചിട്ടുണ്ട്, എന്തെങ്കിലും പത്രക്കാരൊക്കെ ചോദിച്ചിട്ടുണ്ട്, എന്തെങ്കിലും തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് പ്രവേശിക്കുമോ എന്ന രീതിയിൽ, അതായത് ഈ എതിർ ദിശയിലേക്കായിരിക്കും എന്ന രീതിയിൽ ചോദിച്ചിട്ടുണ്ട്. അതെ അതെ. അപ്പോൾ അങ്ങനെ ഏതായാലും ഓരോ വിഷയത്തിലും തീരുമാനമെടുക്കുമ്പോൾ തന്നെയും അത് തൻ്റെ കസേര എങ്ങനെ ബാധിക്കുമെന്നതിലല്ല, മറിച്ച് ആ തീരുമാനങ്ങൾ ഭാവി തലമുറയെ എങ്ങനെ ബാധിക്കുമെന്നതിലാണ് ഊന്നൽ നൽകുന്നതെന്നാണ് അന്ന് ദിവ്യാസയർ പറഞ്ഞത്. കസേരകളിൽ കടിച്ചു തൂങ്ങിക്കിടന്ന് അത് നഷ്ടമാകുമ്പോൾ അതുവരെ എടുത്ത നിലപാട് പോലും മാറ്റുന്ന രാഷ്ട്രീയക്കാരുടെയും ഉദ്യോഗസ്ഥരുടെയും ആധിക്യമുള്ള കാലത്ത് ഇത്തരത്തിലുള്ള പല വാക്കുകളും പലർക്കും പ്രചോദനം നൽകുന്നുണ്ട്. എന്നിരുന്നാൽ കൂടിയും ഈ പറഞ്ഞതുപോലെ ശബരിനാഥൻ്റെ ഭാര്യ എന്നുള്ളതും കോൺഗ്രസ് നേതാവാണ്. ജി കാർത്തികേയൻ്റെ മകനാണ് ശബരിനാഥൻ. അദ്ദേഹം കോൺഗ്രസിന് വേണ്ടി നിരവധി സംഭാവനകൾ ചെയ്തിട്ടുള്ള വ്യക്തിയാണ്. അപ്പോൾ ജി കാർത്തികേയൻ്റെ മരുമകളാണ്, ശബരിനാഥൻ്റെ ഭാര്യയാണ്. ആ ഒരു പോസ്റ്റിൽ അല്ലെങ്കിൽ ഒരു പോസ്റ്റിൽ ഇരുന്നുകൊണ്ടാണ്, ഈ ഉദ്യോഗസ്ഥ തലത്തിൽ ഇരുന്നുകൊണ്ടാണ് ഇത്തരത്തിൽ ഈ ഇടതുപക്ഷത്തെയും മുഖ്യമന്ത്രിയും കെ രാഗേഷിനെ അടക്കം പുകഴ്ത്തുന്നത്. പക്ഷേ ഈ പുകഴ്ത്തുമ്പോൾ സ്വാഭാവികമായും മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ പുകഴ്ത്തുന്നില്ല, അല്ലെങ്കിൽ മറ്റ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലുള്ളവരാരെയും പുകഴ്ത്തുന്നില്ല. അതെല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ട്. എപ്പോഴും ഇടതുപക്ഷത്തിന് വേണ്ടിയിട്ടാണ് എപ്പോഴും ദിവ്യാസയർ സംസാരിക്കുന്നത്. അതായത് 2024 ഏറ്റവും അധികം വൈറലായ ചർച്ചയെ കേരളത്തിലെ വനിതകളെ എടുത്താൽ അതിൽ ആദ്യ സ്ഥാനങ്ങളിലൊന്നിൽ ദിവ്യാസയർ ഉണ്ടാകും. അതായത് സംഗീതമായാലും നൃത്തമായാലും എപ്പോഴും ഒരു വിവാദങ്ങളുടെ പാതയിലൂടെയാണ് സഞ്ചരിക്കുന്നത്. നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട്, മാധ്യമശ്രദ്ധ എപ്പോഴും ദിവ്യാസയർക്കുണ്ട്. നമ്മൾ സോഷ്യൽ മീഡിയ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ദിവ്യാസയർ പ്രസംഗിക്കുന്നത് അല്ലെങ്കിൽ ദിവ്യാസയർ പാടുന്നത് ഒക്കെ എപ്പോഴും ശ്രദ്ധ നേടുന്നുണ്ട്. അവരുടെ വിവാഹം കഴിഞ്ഞതിന് ശേഷം മുതൽ തന്നെ, അതുപോലെ കുഞ്ഞുമായി ജോലിക്ക് വന്ന അതൊക്കെ ഒരുപാട് വൈറലായതാണ്. അപ്പോൾ അത്തരത്തിൽ ദിവ്യാസയർ എപ്പോഴും വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുകയാണ്. അതേസമയം ശബരിനാഥനെ സംബന്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ശബരിനാഥൻ ആ മണ്ഡലം പോലും നിലനിർത്താൻ കഴിഞ്ഞില്ല. കാരണം അത് കാർത്തികേയൻ്റെ ഒരു സഹതാപ തരംഗത്തിൽ ആ മണ്ഡലം പിടിക്കാൻ കഴിഞ്ഞെങ്കിലും ആ മണ്ഡലത്തെ ശ്രദ്ധിക്കാതെ പോയതുകൊണ്ട് തുടർന്ന് അങ്ങോട്ട് പോകാൻ പറ്റിയിട്ടില്ല. പിന്നെ അതുപോലെ തന്നെ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ എടുത്ത് പരിശോധിച്ചാലും ശബരിനാഥൻ്റെ സ്ഥാനം ഇപ്പോൾ ഒരുപാട് യുവ നേതാക്കൾ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ഉയർന്നു വരുന്നുണ്ട്, പലരും. രാഹുൽ പോലും വലിയ സ്ഥാനത്തേക്ക് വന്നു. അതെ അതെ, രാഹുൽ മാങ്കൂട്ടത്തില്, PC വിഷ്ണുനാഥ്, ഷാഫി പറമ്പില്, അങ്ങനെ ഒരുപാട് നേതാക്കൾ യുവതലമുറ കോൺഗ്രസിലേക്ക് വളർന്നു. ശബരിനാഥന്റെ ഒരു മങ്ങലേൽക്കുന്നുണ്ട്. അത് മങ്ങലേൽക്കുന്നുണ്ട്. ഒരു മണ്ഡലം നിലനിർത്താൻ കഴിഞ്ഞില്ല. അതോടൊപ്പം പലപ്പോഴും ശബരി എടുക്കുന്ന തീരുമാനം ശശി തരൂരിന് അനുകൂലമായ നിലപാടുകൾ എടുക്കുന്നു. ശശി തരൂരിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിൽ പലർക്കും ഇഷ്ടമല്ലാത്തൊരു വ്യക്തിയാണ്. അപ്പോൾ അത്തരത്തിൽ കാർത്തികേയൻ ഒരു മൊണോപ്പൊളി ആയിരുന്ന ഒരു മണ്ഡലമാണ്. അതെ അതെ അതെ, അരനാട് പിന്നീട് അരുവിക്കരായി മാറിയ മണ്ഡലം. അത് നിലനിർത്താൻ പോലും ശബരിനാഥന് കഴിഞ്ഞില്ല. ഏതായാലും ഈ ദിവ്യാസയരുടെ ഇത്തരം നീക്കങ്ങൾ
ഇനി ഏത് തരത്തിൽ ചർച്ച ചെയ്യപ്പെടുമെന്ന് കാത്തിരുന്ന് കാണേണ്ടി വരും. തീർച്ചയായും.